ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്തുകൊണ്ട് ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ പോലും ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ അത്ഭുതം സംഭവിപ്പിക്കാൻ ശേഷിയുള്ള അത്രയും പവർഫുൾ ആയ ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു ദിവസം മാറ്റിവെക്കണം, ഒരു പകൽ മാറ്റിവെക്കണം, ചിന്തിക്കുവാനായി മാത്രം. കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നിക്കുമെങ്കിലും ആ ടെക്നിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് മുൻപിലത്തെ ആളായിരിക്കില്ല. പ്രകടമായ മാറ്റം നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യും അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ. അതിനായി നിങ്ങൾ ഒരു പകൽ മുഴുവൻ മാറ്റിവെക്കണം. ഒരു പകൽ പ്രൈവറ്റായി, വളരെ പ്രൈവസിയുള്ള, നിങ്ങൾക്ക് ഒരു ശല്യവും ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഒറ്റയ്ക്ക് ഒരു പകൽ ചെലവഴിക്കണം. അത് കായൽ തീരമോ കടൽ തീരമോ ഒക്കെ ആവാം. പക്ഷെ അവിടെ മറ്റാളുകൾ ഉള്ളത് തടസ്സമല്ല. പക്ഷെ അവർ നിങ്ങളെ ശല്യം മീൻസ് ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ ഉണ്ടാവരുത്. നിങ്ങളൊരു സമയം ചോദിക്കാൻ വരിക, അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക, അത്തരം ഡിസ്റ്റർബൻസുകൾ, അത്തരം തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കായൽ തീരമോ കടൽ തീരമോ കുന്നിൻ ചെരുവോ ഒരു പുഴയോരമോ എവിടെ വേണമെങ്കിലും ആകാം. അതല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിലെ മുറിക്കുള്ളിൽ തന്നെ അടച്ചിരുന്നാലും കുഴപ്പമില്ല. ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് ഹോട്ടൽ മുറിയിൽ അടച്ചിരിക്കാം. അതല്ലെങ്കിൽ പള്ളിയിലോ അമ്പലത്തിലോ മസ്ജിദിലോ ഒക്കെ ആവാം. എവിടെയായാലും ഒരു പകൽ മുഴുവൻ നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയണം. എന്നിട്ട് ജസ്റ്റ് ചിന്തകളിലേക്ക് മാത്രം കടക്കുക. പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ചിന്തകളൊന്നുമല്ല, പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളാൻ വേണ്ടിയല്ല ഇരിക്കുന്നത്. ജസ്റ്റ് ചിന്തിക്കാൻ വേണ്ടി മാത്രം. ഇനി എൻ്റെ ഭാവിയിൽ, ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരായിത്തീരണം, എന്തായിത്തീരണം, അതിനായി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് നടപ്പാക്കാൻ കഴിയും, പ്രായോഗികമായി എന്തൊക്കെ നടപ്പാക്കാൻ കഴിയും, എന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്നിൽ നിന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, ഞാൻ എന്തൊക്കെ പുതുതായി ചെയ്യണം, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ മെച്ചപ്പെടുത്താനുള്ളത്, അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ എന്ത് നേടണം, എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ എനിക്കും എന്നെ ആശ്രയിക്കുന്നവർക്കും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇനി നേടിയെടുക്കേണ്ടതുണ്ട്, അതിനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഞാൻ എന്തൊക്കെ കാര്യത്തിലാണ് ഞാൻ എൻ്റെ പൂർണ്ണമായ ആത്മാർത്ഥതയോ അർപ്പണബോധമോ സമർപ്പിക്കാത്തത്, അങ്ങനെയുള്ള നാനാ വശങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ മാത്രം ഊളിയിടുവാനായി ആ ഒരു ദിവസം, ആ ഒരു പകൽ മുഴുവൻ. ചിലപ്പോൾ ചിന്തകൾ കാട് കയറി പോയേക്കാം, അതൊന്നും പ്രശ്നമല്ല. ഓർക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ തന്നെ തിരിച്ചും ചിന്തിക്കാം. ഇത്രയും കാലം ഞാൻ അതിനായിട്ട് എന്ത് ചെയ്തു? ഒരു സ്വയം കുറ്റപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ല. കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്ന ഏരിയകളിൽ മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊക്കെ, അത്തരം നാനാ രീതികളിലുള്ള ചിന്തകളിലൂടെ കടന്നു പോവുക. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു സംശയവും വരേണ്ടതില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്യരുത് എന്ന് തുടങ്ങി അവനവനിൽ വരുത്തേണ്ടത് മാറ്റങ്ങൾ, എൻ്റെ ആ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടുവാനായി എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എനിക്കും എന്നെ ആശ്രയിക്കുന്നവർക്കും വേണ്ടി എൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് തടസ്സം നിന്നേക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എന്നിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്ന് തുടങ്ങി ഞാൻ എന്തൊക്കെ നേടണം, അതിനായി എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകളായിരിക്കണം പ്രധാനമായും കടന്നു വരേണ്ടത്. ഞാൻ എന്തൊക്കെ നേടണം, എൻ്റെ ഇനിയുള്ള എൻ്റെ ജീവിതകാലത്ത് ഒരു ന്യായമായ ആയുസ്സോടെ ജീവിച്ചിരുന്നാൽ എന്നൊക്കെ കണക്കാക്കാം നിങ്ങൾക്ക്. ആ ഒരു ന്യായമായ ആയുസ്സോടെ ജീവിച്ചിരുന്നാൽ ഞാൻ എന്തൊക്കെ നേടണം, അതിനായി ഞാൻ എന്തൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്, അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉഴപ്പുണ്ടോ, അപ്പം അങ്ങനെയൊക്കെ അത്തരം ചിന്തിക്കാനായി മാത്രം ഒരു പകൽ. ഇത് നിസ്സാരമെന്ന് കരുതാതെ നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷെ ചെയ്താൽ അത്ഭുതം സംഭവിക്കുമെന്ന് ഉറപ്പ് തരുന്നു. അതൊന്ന് ചെയ്തു നോക്കുക. ഒരു ദിവസം നോക്കൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ച് സീരിയസ് ആയി നാം പലപ്പോഴും ചിന്തിക്കുന്നില്ല. എപ്പോഴൊക്കെയോ നമ്മുടെ ദൈനംദിന ജീവിത കൃത്യങ്ങൾക്കിടയിലാണ് നാം ആരായിത്തീരണം, നാം എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നത്. പല്ല് തേക്കുമ്പോഴും അത്തരം, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ പല സമയങ്ങളിലാണ് നാം എൻ്റെ ജീവിതത്തിനായി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ, അങ്ങനെ ചെയ്ത് അത്ഭുതം സംഭവിപ്പിച്ച അനേകർ ലോകത്തുണ്ട്, കേരളത്തിലുമുണ്ട്. ഒരു നിരവധി IAS IPS ഓഫീസേഴ്സ് അങ്ങനെ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് വായിക്കാനും കഴിയും അവരുടെ സ്റ്റോറികളിൽ. അപ്പോൾ ഇത് നിങ്ങളും ഒരു ദിവസം, ഒരു പകൽ അതിനായി മാറ്റിവെച്ചാൽ, ഒരു പകൽ, ഇങ്ങനെ ഉടനടി വേണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ സമയം, ആ ഒരു ദിവസം ഒരു പകൽ മാറ്റിവെക്കാനുള്ള സമയം കണ്ടെത്താനുള്ള സാവകാശം വേണ്ടി വന്നേക്കാം. അപ്പോൾ അടുത്ത ദിവസങ്ങളിലോ അടുത്ത ആഴ്ചകളിലോ 1-2 മാസത്തിനുള്ളിലോ എങ്കിലും അത് സീരിയസ് ആയി പ്ലാൻ ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുവാനായി മാത്രം ഒരു പകൽ ഒന്ന് മാറ്റിവെച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണമോ മറ്റോ കരുതാം. ഭക്ഷണം, വെള്ളം, ടീ, സ്നാക്സ് മറ്റോ വേണമെങ്കിൽ കരുതാവുന്നതേ ഉള്ളൂ. ഹോട്ടൽ മുറിയിലോ മറ്റോ ആണെങ്കിൽ അവരത് കൊണ്ടുവരാൻ നേരത്തുള്ള ഡിസ്റ്റർബൻസ് അത് പ്രശ്നമല്ല. ഈ വീഡിയോ സ്വല്പം ഒന്ന് ലാഗിങ് ആയി തോന്നിയേക്കാം. പക്ഷേ ഒരു പകൽ മുഴുവൻ ഇരിക്കുമ്പോൾ അതിലൊരു സംശയവും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് സ്വല്പം അത് വൃത്തിയായിട്ട് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണമോ മറ്റോ കരുതാം. അതുകൂടാതെ നിങ്ങൾക്ക് ആ ചിന്തിക്കുമ്പോഴും എന്തുമാകാം, ചോദ്യങ്ങളാകാം, ഉത്തരങ്ങളാകാം, നിർദ്ദേശങ്ങളാകാം, സ്വയം നിർദ്ദേശങ്ങളാകാം, തീരുമാനങ്ങളും ആകാം. പക്ഷേ തീരുമാനം എടുക്കാൻ വേണ്ടിയല്ല ഈ പകൽ മാറ്റി വയ്ക്കുന്നത്, ചിന്തിക്കാൻ
പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനിടയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ ആ തീരുമാനങ്ങളുമാകാം. സ്വയം ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ നൽകാം, നാനാ വശങ്ങളും. നിങ്ങൾക്കതിൽ ഇനി ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എന്തും ചിന്തിക്കാം, എന്തിനെക്കുറിച്ചും ചിന്തിക്കാം. അവനവൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്തും ചിന്തിക്കാം, കഴിഞ്ഞ ഭൂതകാലത്തെക്കുറിച്ചും ചിന്തിക്കാം. അങ്ങനെ ആകണ്ടായിരുന്നു, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു, ഇന്ന കാര്യം ചെയ്തത് നന്നായി തുടങ്ങി. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എല്ലാ തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അത് ഈ ടെക്നിക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഈ ടെക്നിക്ക് മറ്റു ചില ടെക്നിക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലിംഗ് തോന്നിക്കും. ഈ ടെക്നിക്ക് കേൾക്കുമ്പോൾ ത്രില്ലിംഗ് തോന്നിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് മുൻകൂർ അതിനെ ജഡ്ജ് ചെയ്യേണ്ട ഒരു വിധിയും വേണ്ട, ഒരു മുൻവിധിയും വേണ്ട. അത് ചെയ്തു നോക്കുക, കഴിയുന്നവരെങ്കിലും ചെയ്തു നോക്കുക. എല്ലാവരും ചെയ്തു നോക്കിയാൽ നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാവരും ഒന്നും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ചെയ്യുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു നോക്കിയാൽ അത്ഭുതം സംഭവിക്കുമെന്ന് ഉറപ്പ് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു.